ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ കാവ് സ്പീക്സ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനൊരു കാര്യം പറയാനാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത്. അതെ ഗൈസ്, ഞങ്ങളുടെ കാറ് മോഷണം പോയിട്ടുണ്ട്. കാറ് മോഷണം പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ശരിക്കും ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, അവസാനം കാറ് കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ ഞാൻ പറയാം. അപ്പോൾ ശരി, നമുക്ക് തുടങ്ങാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ. ഞങ്ങളുടെ കാറ് നവംബർ 19 കാണാതെ പോകുന്നത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടി ഹോണ്ട സിവിക് ആണ്. അപ്പോൾ അന്ന് രാത്രി സൂരജ് ഒരു 7-7:15 ജോലി കഴിഞ്ഞ് എത്തുന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പാർട്ട്മെന്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അപ്പാർട്ട്മെന്റിൽ ഞങ്ങളുടെ ഈ റൂമിന്റെ ഇതിലുള്ള ജനലിൽ കൂടെ നോക്കിയാൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യുന്നത് കാണാം. അവിടെയാണ് പാർക്കിംഗ് ലോട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു 10-50 കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും. 2 പാർക്കിംഗ് ഉണ്ട്, അണ്ടർഗ്രൗണ്ടും ഉണ്ട്, പുറത്തും ഉണ്ട്. അപ്പൊ ഞങ്ങൾ പുറത്താണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ സ്പേസ് അവിടെയായിരുന്നു. അപ്പം സൂരജ് അവിടെ രാത്രി പാർക്ക് ചെയ്തു. ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ ഞങ്ങൾ ആ സമയത്ത് ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തുമായിരുന്നു. അപ്പൊ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യുമ്പോൾ ടേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഞങ്ങൾ വാങ്ങിക്കാൻ പോണായിരുന്നു. അപ്പൊ സൂരജ് 8 മണിക്കാണ് അത് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. 8 മണിക്ക് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി നോക്കുമ്പോൾ പാർക്കിംഗ് ലോട്ടിൽ കാറില്ല. അപ്പൊ ഇവനപ്പൊ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു കാറില്ല, കാറ് പോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചത് ആസ് യൂഷ്വൽ പ്രാങ്ക് ആയിരിക്കുന്നല്ലേ. കാരണം ഇത്രയും കാറുകൾ 50 കാർ നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് അത് നമ്മുടെ കാറ് ഇപ്പൊ തന്നെ ഒരു 3/4 മണിക്കൂർ ആയിട്ടുള്ളൂ. ആ സമയത്ത് നിർത്തിയിട്ട കാർ എങ്ങനെ പോകാനാന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോ ജനലിൽ കൂടെ നോക്കുമ്പോ സത്യമായിട്ട് ഞങ്ങളുടെ കാറ് മാത്രം ആ പാർക്കിംഗ് ലോട്ടിൽ മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞ് ഇവൻ അപ്പൊ തന്നെ തിരിച്ചു വന്നു. അപ്പൊ ആദ്യം ഞങ്ങൾ ഇങ്ങനെ ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾ ഒരിക്കലും ഒരു അപ്പാർട്ട്മെന്റ് ഫ്രണ്ടിൽ നിന്ന് ഒരു കാറ് പോവാന്നുള്ളത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. കാര്യം ശരിയാണ്, ഇവിടെ ഇപ്പൊ ആ സമയത്ത് വിന്റർ തുടങ്ങാനായിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടാവും. എന്നാലും നമ്മൾ നിർത്തിയിട്ട് ഒരു 45 മിനിറ്റിലൊക്കെ കാറ് മിസ്സിംഗ് ആവാന്ന് പറഞ്ഞാൽ അവരെ ഓൾറെഡി നോക്കിയിരിക്കണല്ലോ എന്നൊക്കെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ കാറ് പോയപ്പോ ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ എന്താണെന്ന് വെച്ചാൽ പോയി, ഇനി അത് കിട്ടാൻ പോകുന്നില്ല, ആ ഒരു രീതിയിലായിരുന്നു. കാരണം ഇവിടെ അങ്ങനെയായിരുന്നു ഞങ്ങൾ കൂടുതൽ കേസും കേട്ടിട്ടുണ്ടായിരുന്നത്. എന്നുവെച്ചാൽ ഒരു 100 കേസ് എടുത്താല് ഒരു 99% കേസിലും കാറ് പോയി കഴിഞ്ഞാൽ പോയതാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം ഒരു ഷോക്കിൽ നിന്നു. പിന്നെ ഞങ്ങള് ഇവിടെ എമർജൻസി വന്നറിയാലോ, 911 ആണ് വിളിക്കേണ്ടത്. അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ 911 വിളിച്ചു. അപ്പൊ 911 വിളിച്ച ഒരു 5 മിനിറ്റ്സ് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞപ്പോൾ അവര് ഫോൺ എടുത്തപ്പോ അവരിങ്ങനെ എന്തൊക്കെയാ കാര്യം നിങ്ങൾ ചോദിച്ചു. അപ്പൊ നമ്മളോട് ആദ്യം ചോദിച്ചത് നമ്മളെ റോബ് ചെയ്തോ, നമ്മളെ എന്തെങ്കിലും ഉപദ്രവിച്ചിട്ടാണോ കൊണ്ടുപോയെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഉപദ്രവിച്ചിട്ടല്ല എന്ന് പറഞ്ഞപ്പോ പിന്നെ അവര് ഓക്കെ, എന്തൊക്കെയാ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമ്മൾ GPS ട്രാക്കർ എന്തെങ്കിലും വെച്ചിട്ടുണ്ടായിരുന്നോ കാറിൽ അന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിന്റെ CCTV ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ അതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതുണ്ട്, പക്ഷെ അത് സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്ന് വാങ്ങണം അപ്പാർട്ട്മെന്റിന്റെ എന്നുള്ളതായിരുന്നു. അപ്പൊ അവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എന്തായാലും ഇപ്പൊ പാനിക് ആവണ്ട, അവര് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാം. അതിന്റെ ഒരു നമ്പർ തന്നു ആദ്യം. അവരൊരു നമ്പർ തരുന്നതിൽ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണം. എന്നുവെച്ചാൽ നെക്സ്റ്റ് ഡേ ഞങ്ങൾ രാത്രിയാണല്ലോ വിളിച്ചത്. അപ്പൊ നെക്സ്റ്റ് ഡേ ഉച്ച വരെ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് വെയിറ്റ് ചെയ്തിട്ട് കോള് വന്നിട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഓക്കെ, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു ഇൻഷുറൻസിനെ വിളിച്ച് പറയണം കാറിന്റെ ഇങ്ങനെ സ്റ്റോളൻ ആയി എന്നുള്ള വിവരം എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ അപ്പൊ മോർണിംഗ് ആയപ്പോ ഞങ്ങൾ ഇവിടുത്തെ അപ്പാർട്ട്മെന്റിലെ സൂപ്രണ്ടിന്റെ അടുത്ത് പോയിട്ട് ഇൻഫോം ചെയ്തു ഇങ്ങനെ കാറ് മിസ്സിംഗ് ആണ്. അപ്പൊ അവര് അപ്പൊ തന്നെ പറഞ്ഞു ഓക്കെ, പോലീസ് കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അപ്പൊ തന്നെ CCTVയുടെ ഡീറ്റെയിൽസ് എടുത്തു കൊടുക്കാം. കാരണം ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് റോഡ് സൈഡിലാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ തന്നെ ട്രാഫിക് സിഗ്നലും ഉണ്ട്. അപ്പൊ അവിടെയും ക്യാമറാസ് ഉണ്ടാവും. അപ്പൊ ഏത് സൈഡിലോട്ട് പോയെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി വെച്ചാൽ ഞങ്ങള് 45 മിനിറ്റ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിനുള്ളിൽ തന്നെ ഒരു അരമണിക്കൂറിലൊക്കെ ആയിരിക്കില്ലേ ഈ മോഷണം നടന്നിട്ടുണ്ടാവാം. പക്ഷെ അരമണിക്കൂറിൽ ഇപ്പൊ എത്ര ദൂരം ഒരു പോയിട്ടുണ്ടാവും. പക്ഷെ ഇവിടുത്തെ പോലീസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ്. നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ മോഷണം നടന്നാൽ പെട്ടെന്ന് അവർ അന്വേഷിക്കാനൊക്കെ തുടങ്ങും അല്ലെ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇൻഷുറൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് അവർ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് അന്വേഷിക്കാറില്ല. ഇപ്പൊ നമ്മൾ ഉപദ്രവിക്കുകയെ നമ്മളെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ ഓടി വരുള്ളൂ. അല്ലെങ്കിൽ അവര് കുറച്ച് ഇത് അവർക്ക് ഭയങ്കര കോമൺ ആയിട്ട് നടക്കുന്ന കാര്യം ആയതുകൊണ്ട് അവർ അത്രയ്ക്ക് അങ്ങ് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കില്ല. അപ്പൊ ഈ സൂപ്രണ്ട് ഞങ്ങൾക്ക് അപ്പൊ തന്നെ CCTVയുടെ കാര്യം കാണിച്ചു തന്നു. നമുക്ക് കയ്യിൽ തരില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പൊ നമ്മൾ യൂഷ്വൽ ആയിട്ട് നമുക്ക് ഇവിടെ ഉള്ളവർക്ക് അറിയാം മോഷണം നടക്കുമ്പോൾ ആരാണ് കൂടുതൽ ഉള്ളത് എന്നുള്ളത്. അവരൊക്കെ തന്നെയായിരുന്നു. അവരൊരു 3 പേര് വന്നു ഒരു കാറിൽ വന്ന് അവരുടെ സ്വന്തം കാർ എടുത്തിട്ട് പോണ പോലെ. സൗണ്ട് മീൻസ് നമ്മൾ ലോക്കൊക്കെ ചെയ്ത കാറാണ്. അവര് ഭയങ്കര പെട്ടെന്ന് തന്നെ ഒരു 10 മിനിറ്റ്സിനെല്ലാം അവര് കാറ് തുറന്ന് അവർ കയറി വണ്ടി കൊണ്ടുപോവാണ് ചെയ്തത്. സൂപ്രണ്ടിനോട് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അപ്പൊ തന്നെ ഇൻഷുറൻസുകാരെ വിളിച്ചു. അപ്പൊ ഇൻഷുറൻസുകാരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ മോഷണം പോയി, ഇനി എന്താ അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഇവിടെ മോഷണം പോയി കഴിഞ്ഞാൽ കാർ ഇൻഷുറൻസുകാരാണ് നമുക്ക് എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം.
അപ്പൊ അവരാദ്യം പറഞ്ഞു ആദ്യം ഈ പോലീസിലെ കംപ്ലൈന്റ് അവർക്ക് കൺഫേം ആക്കണം. ആ പോലീസ് കംപ്ലൈന്റ് കൺഫേം ആക്കിയതിന് ശേഷം അവർ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് പോലീസിനെ കോൺടാക്ട് ചെയ്തപ്പം കൺഫേം ആയിട്ടുണ്ട്, കംപ്ലൈന്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായപ്പോ അവര് നമ്മളെ വിളിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാർ വേണമല്ലോ ട്രാൻസ്പോർട്ടേഷന്, പിന്നെ ഈ കാർ എന്ന് കിട്ടും എന്നറിയില്ല. അപ്പൊ അവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ 1 മാസമാണ് പോലീസ് ഇങ്ങനെ ഒരു കാർ മോഷണം വന്ന കേസ് അന്വേഷിക്കുക. 1 മാസം കഴിഞ്ഞാൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ അവർ കേസ് ക്ലോസ് ചെയ്യും. കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി എന്നുള്ള രീതിയിൽ, കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ കേസ് ക്ലോസ് ചെയ്യും. അപ്പോഴാണ് ഇൻഷുറൻസ് പിന്നെ ബാക്കി തീരുമാനങ്ങൾ എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ അവര് നമുക്ക് ആ സമയത്ത് ഇപ്പൊ നമ്മളിപ്പോ ഒരു 2023 മോഡൽ ഒരു കാർ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് 2025 നമ്മുടെ കാർ മോഷണം പോണേന്ന് വെച്ചാല് 2025 എത്രയാണ് ഇപ്പൊ ആ കാറിന് കിട്ടുക, ആ വാല്യൂ ആണ് തരിക. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മളൊക്കെ സാധാരണ 2 ഇൻഷുറൻസ് എടുക്കുക എന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് എന്തെങ്കിലും പറ്റുക വണ്ടി ഇടിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് ഇടിക്കുമ്പോ അവർക്ക് എന്തെങ്കിലും പറ്റുക, ഈ 2 രീതിയിലുള്ള ഇൻഷുറൻസ് ആണ് കോമൺ ആയിട്ട് എടുക്കുക. അപ്പൊ ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഞങ്ങള് ഗ്യാപ്പ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഗ്യാപ്പ് ഇൻഷുറൻസ് എനിക്കറിയാം, ഞങ്ങൾക്ക് അറിയാത്ത പോലെ കുറെ പേർക്ക് അറിയാത്തായിരിക്കും. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മള് ഗ്യാപ്പ് ഇൻഷുറൻസ് എന്ന് വെച്ചാൽ ഒരു $10-12 മന്ത്ലി കൂടി വരുള്ളൂ. പക്ഷെ അത് എടുക്കുന്നത് ഇപ്പം ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് നല്ല കാറൊക്കെ, സെക്കൻഡ് ഹാൻഡ് അല്ലാതെ നല്ല കാറൊക്കെ വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ റീസെയിൽ വാല്യൂസ് ഉള്ള കാറുകളൊക്കെ വാങ്ങുമ്പോഴും ഒക്കെ നമ്മൾ ഗ്യാപ്പ് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ്. കാരണം ഇവിടെ അത്രയും മോഷണം കോമൺ ആണ്. അതെന്താണെന്ന് വെച്ചാൽ ഗ്യാപ്പ് ഇൻഷുറൻസ് എടുത്താൽ നമ്മൾ 2023 വാങ്ങിയ കാർ 2025 വിൽക്കുമ്പോഴും നമുക്ക് നമ്മൾ എത്ര ലോൺ എടുത്തിട്ടാണ് ആ കാർ വാങ്ങിയെന്ന് വെച്ചാൽ ആ ഫുൾ പേയ്മെന്റ് ഇൻഷുറൻസ് നമുക്ക് തരും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ നിന്നൊന്നും കൊടുക്കണ്ട. ഇപ്പൊ ചില കാറിനൊക്കെ റീസെയിൽ വാല്യൂ ഭയങ്കരമായിട്ട് കുറയല്ലേ 1-2 വർഷം കഴിയുമ്പോൾ. അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ ലോൺ എടുത്തത് $30,000 ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് $20,000 അല്ലെങ്കിൽ $25,000 ആണെങ്കിൽ ആ $5,000 നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. അത് ഡിപ്പെൻസ് ഓൺ ഇൻഷുറൻസ് ആണ്. ഇപ്പൊ നല്ല ഇൻഷുറൻസ് കമ്പനിക്കാണെങ്കിൽ ചിലപ്പോൾ അത് ടാലി ആക്കി നമ്മുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങില്ല, പക്ഷെ നമുക്കൊന്നും കയ്യിൽ കിട്ടുമൊന്നുമില്ല. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഗ്യാപ്പ് ഇൻഷുറൻസ് ആണ് നമുക്ക് അത്രയും റിസ്ക് ഇല്ലാതെ ടെൻഷൻ ഇല്ലാതെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസ് ആണ്. ഞങ്ങൾ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു ഒന്നില്ലെങ്കിൽ ഗ്യാപ്പ് ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് റീസെയിൽ വാല്യൂ ആണ് കിട്ടുള്ളൂ, അതെല്ലാം 1 മന്ത് കഴിഞ്ഞ് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ട്രാൻസ്പോർട്ടേഷന് കാർ വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പോകാൻ പറ്റില്ല. അപ്പൊ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് കാർ റെന്റിന് എടുക്കാം, എന്നിട്ട് ഒരു 2 വീക്സ് പീരീഡ് അവര് നമുക്ക് പേയ്മെന്റ് എന്നുവെച്ചാൽ ആ ഒരു നമ്മൾ റെന്റിന് എടുക്കുമ്പോഴത്തെ പൈസ ഉണ്ടല്ലോ അത് അവര് നമുക്ക് തരും. പൈസ 1 മാസം കഴിഞ്ഞാൽ അവര് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി തരും. അപ്പൊ ഇപ്പൊ നമുക്ക് അതിനു വേണ്ടി കാർ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെന്റ് കാറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന ആ സമയത്ത്. ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനീനെ വിളിച്ചതിന് ശേഷം ഹോണ്ട ഫൈനാൻസ് വെച്ചാൽ നമ്മൾ ഏത് കമ്പനിയുടേന്നാണ് വാങ്ങിയത് വെച്ചാൽ അവരെ നമ്മൾ വിളിച്ചു പറയണം, അവർക്കാണല്ലോ നമ്മൾ ഫൈനാൻസ് അടയ്ക്കണേ പൈസ. അപ്പൊ ബൈ വീക്കിലാണ് ഇവിടെ പേയ്മെന്റ് വരണേ. ഞങ്ങൾ ഹോണ്ട ഫൈനാൻസിനെ വിളിച്ചിട്ട് ഞങ്ങളുടെ പേയ്മെന്റ് ഇങ്ങനെ കാർ സ്റ്റോളനായ കാര്യം പറഞ്ഞപ്പോൾ അവർ അപ്പൊ തന്നെ പേയ്മെന്റ് സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ പിന്നെ കാർ കിട്ടുന്നവരെയൊന്നും അത് അടയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളുടെ കാറ് കയ്യിലില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ആദ്യം അത് ചെയ്തു. അങ്ങനെ 5 ദിവസം കഴിഞ്ഞു, ഒരു അഡ്രസ് ഇല്ല. അവര് പോലീസ് പറഞ്ഞത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവര് നമ്മളെ വിളിക്കുന്നതാണ്, നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞപ്പം ഒരു വിവരമില്ല. അപ്പൊ തന്നെ ഞങ്ങൾ ഓക്കെ, ഇവിടെ എല്ലാം ഞങ്ങൾ കേട്ടിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ്. അപ്പൊ 15 ദിവസം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് പോലീസിന്റെ അടുത്തുനിന്ന് ഒരു കോള് വന്നു. അപ്പൊ അവര് ഒരു രാത്രിയൊക്കെ ആയപ്പോഴാണ് വിളിക്കുന്നത്. അപ്പൊ രാത്രി ആയപ്പോ അവര് വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു കാറ് കിട്ടി, നിങ്ങള് നാളെ വന്ന് പിക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ വീടിൽ നിന്ന് ഒരു 1 അവർ ദൂരത്തിലുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾക്ക് കോള് വരുന്നത്. അവിടെയാണ് കാർ ഉള്ളതെന്ന് പറഞ്ഞിട്ടാണ് പോലീസ് വിളിച്ചത്. അപ്പൊ അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ഡേ തന്നെ കാറ് കാണാൻ പോയി. കാറ് കാണാൻ പോയപ്പം അതൊരു പാർക്കിംഗ്, ഇപ്പൊ ഇവിടെ പോലീസ് വേറെയാണ്, അതുപോലെ പാർക്കിംഗ് എൻഫോഴ്സ്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ വേറെ സ്ഥലങ്ങളിലൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് പാർക്കിംഗ് ടിക്കറ്റ് കിട്ടും, നമ്മൾ പ്രോപ്പർ ആയിട്ട് പൈസ അടയ്ക്കാതെയോ അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇല്ലീഗൽ ആയിട്ട് പാർക്ക് ചെയ്യുകയൊക്കെ ചെയ്താൽ. അപ്പൊ അങ്ങനത്തെ പാർക്കിംഗ് ടീമുകാരുടെ കയ്യിലാണ് ഈ കാറ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരാണ് പോലീസിനെ കോൺടാക്ട് ചെയ്തത്. അപ്പൊ അവരുടെ അടുത്ത് പോയപ്പോൾ ഞങ്ങൾ ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത് വെച്ചാൽ ഈ ഒരു കാറ് ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരു 2 മണിക്കൂർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഇവിടുത്തെ ഗ്രോസറി ഷോപ്പ് ഉണ്ടല്ലോ വാൾമാർട്ടിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇത്ര ലിമിറ്റ് ടൈം കഴിഞ്ഞിട്ട് രാത്രി അവിടെ പാർക്ക് ചെയ്തിട്ട് കണ്ടപ്പം ഇവര് പാർക്കിംഗ് ടിക്കറ്റ് അടിച്ചിട്ട് പോയി.
അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ വന്ന് നോക്കുമ്പോഴും ആ സെയിം കാർ അവിടെ തന്നെ കിടക്കുമായിരുന്നു. ആ പാർക്കിംഗ് ടിക്കറ്റ് അടിച്ചിട്ടെന്ന് കണ്ടപ്പോൾ ഇവർ എന്ത് ചെയ്തു വെച്ചാൽ അത് ടോ ചെയ്തിട്ട് ഇവരുടെ ഓഫീസിലോട്ട് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തോട്ട് എത്തുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇവർ പോലീസിനെ കോൺടാക്ട് ചെയ്തു വെച്ചാൽ ഓണറിന് ഫൈൻ അടയ്ക്കണമല്ലോ ഇങ്ങനെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യുമ്പോൾ പോലീസ് നോക്കുമ്പോഴാണ് ഓൾറെഡി നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള കാറായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പോലീസ് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി വിചാരിച്ചത് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാർക്കിംഗ് ഫീ അടയ്ക്കേണ്ടി വരും, കാരണം നമ്മുടെ കാറാണല്ലോ, അപ്പൊ ആ ഫൈൻ ഒക്കെ അടയ്ക്കേണ്ടി വരുന്നതാണ്. അപ്പൊ അവർ പറഞ്ഞു അതിന്റെ ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി കംപ്ലൈന്റ് അപ്പൊ തന്നെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അതിനുശേഷം വരുന്ന എന്ത് പ്രശ്നങ്ങളായാലും ലൈക് പാർക്കിംഗ് ആയാലും സ്പീഡിംഗ് ടിക്കറ്റ് ആയാലും എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ അടയ്ക്കേണ്ട ആവശ്യമില്ല, അതെല്ലാം അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു അവരും നമ്മളും കൂടെ ആദ്യം കാറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, എന്ന് വെച്ചാൽ എന്തെങ്കിലും കാറിൽ മിസ്സായിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ആക്ച്വലി ഇപ്പൊ ഞങ്ങളുടെ സൺഗ്ലാസസ് ഒക്കെ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ എല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിനുള്ളിൽ വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ആകെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്, ഒരു നല്ല ഹൈറ്റ് ഉള്ള ആള് സൂരജിനേക്കാളും നല്ല ഹൈറ്റ് ഉള്ള ഒരാൾ ഓടിക്കുമ്പം സീറ്റ് നമ്മൾ ഭയങ്കരമായിട്ട് താഴ്ത്തി വെക്കില്ലേ, ആ ഒരു മാറ്റം മാത്രമേ ഞങ്ങൾക്ക് കാണാൻ വെച്ചാൽ നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് എടുത്തതെന്നുള്ളത്. അത് കഴിഞ്ഞ് അവര് നമുക്ക് പോലീസ് അതിലെ സ്പീഡിംഗ് ടിക്കറ്റ് ഉണ്ടോ, എന്തെങ്കിലും ഫൈൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഫുൾ ചെക്ക് ചെയ്തു കമ്പ്യൂട്ടറിൽ. അപ്പം അവർ നോക്കുമ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല, എന്നുവെച്ചാൽ പ്രോപ്പർ ആയിട്ട് ഒരാൾ ഡ്രൈവ് ചെയ്ത് നല്ല വൃത്തിക്ക് ഓടിച്ച് കൊണ്ടുപോയ ഒരു ഇതേ ഉള്ളൂ. എന്ന് വെച്ചാൽ പെട്രോൾ ആണെങ്കിൽ തലേ ദിവസം ഗ്യാസ് ഫുൾ ടാങ്ക് അടിച്ചത് കറക്റ്റ് ആ ഒരു ഇപ്പം ഞങ്ങളുടെ GT ഏരിയയിൽ നിന്ന് മിൽട്ടൺ എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഈ കാർ കിട്ടുന്നത്. അപ്പൊ മിൽട്ടൺ എന്നുള്ള ഏരിയയിൽ പോവാൻ എത്ര ദൂരത്തേക്ക് എത്ര ഗ്യാസ് വേണോ അത്രയും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വരുന്നേ എന്നുള്ളത് ചോദിച്ചു പോലീസിന്റെ അടുത്ത്. വെച്ചാൽ എന്തിനാണ് അപ്പൊ അവർ എടുത്തിട്ട് പോയെന്നുള്ളത്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു മിക്കവാറും ഏജ് കുറഞ്ഞ ലൈസൻസ് ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അത്ര അത്യാവശ്യമുള്ള സമയത്ത് അവർക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തതായിരിക്കും, അതായിരിക്കും ഇങ്ങനെ, അല്ലാതെ സാധാരണ ഇങ്ങനെ കിട്ടാറില്ലല്ലോ ഇങ്ങനെ ഒരു പ്രശ്നമില്ലാതെ. അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ കിട്ടുന്ന കാറുകളാണെങ്കിലും അവര് യൂഷ്വലി അത് എന്തെങ്കിലും ക്രൈം ചെയ്യാൻ, ലൈക്ക് ഇപ്പൊ വേറെ എവിടെയെങ്കിലും മോഷ്ടിക്കാൻ പോവാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജ്വല്ലറി മോഷണം അല്ലെങ്കിൽ ഒരാളെ ഉപദ്രവിക്കാൻ പോവാ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് അവരിങ്ങനെ വേറെ കാറ് മോഷ്ടിച്ചിട്ട് ഇങ്ങനെ പോവല്. പക്ഷെ ഇതാണെങ്കിൽ അവർ നോക്കുമ്പോൾ വേറെ ഒരു ക്രൈമിലും ഇൻവോൾവ് ആയിട്ടുള്ളതായിട്ട് അവർ കണ്ടില്ല. അപ്പൊ അവര് പറഞ്ഞു എന്തായാലും ഇനി നിങ്ങൾ ഇൻഷുറൻസ് കമ്പനിനെ ഇപ്പൊ തന്നെ വിവരം അറിയിക്കണം കാറ് കിട്ടി എന്നുള്ളത്. പിന്നെ അവർ പറയും ഇപ്പൊ കാറിന്റെ കീ മാറ്റണോ, അതുപോലെ കാർ സർവീസ് ചെയ്യണോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട് എന്നൊക്കെ അവർ പറയുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അപ്പൊ തന്നെ അവിടെ നമുക്ക് കുറെ സൈൻ ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു കാറിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, കാറിന്റെ കുഴപ്പമില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ വീട്ടിൽ വന്ന് നമ്മൾ അപ്പൊ തന്നെ ഇൻഷുറൻസിനെ കോൺടാക്ട് ചെയ്തു. ഇൻഷുറൻസിനെ കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു, എന്ന് വെച്ചാൽ കാറ് കിട്ടി എന്നുള്ളത്. അപ്പൊ അവരത് വെരിഫൈ ചെയ്തിട്ട് അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു കാറ് ഇനി ഇതിലിപ്പോ ഒന്നും പ്രശ്നം വന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് സർവീസ് ചെയ്യുക അല്ലെങ്കിൽ കീ മാറ്റുക എന്നുള്ളത്. കാരണം നമ്മള് ഇപ്പം ഒരു കോമൺ ആയിട്ട് ചില കാറുകളുടെ ഒക്കെ മോഷണം നടക്കുന്ന കാറുകളാണ്. ഇപ്പം കാനഡയിൽ തന്നെ ഒരു ടോപ്പ് 10 കാറുകൾ ഉണ്ട് മോഷണം നടക്കുന്ന ലിസ്റ്റിലുള്ളത്. അപ്പൊ അതിൽ പെടുന്ന ഒരു കാറായിരുന്നു ഞങ്ങളുടെ. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു നിങ്ങളിപ്പോ കാർ കീ മാറ്റിയാലും ഇവരുടെ ഇതിന്റെയൊക്കെ നോർമൽ കീസ് ഇങ്ങനെ കുറെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഈ കള്ളന്മാരുടെ അടുത്ത്. അപ്പൊ അതാണ് അവരിങ്ങനെ എടുത്തിട്ട് പോകുന്നത് എന്നൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. എന്നിട്ട് അവര് നമ്മളെ അടുത്ത് പറഞ്ഞു എന്തായാലും ഇപ്പൊ കേസ് കംപ്ലീറ്റ് ആവുമ്പോഴാണ് ഞങ്ങൾ ഇനി ബാക്കി കാര്യങ്ങൾ പറയുള്ളൂ, ഇപ്പൊ ഇനി എന്തായാലും കാർ കിട്ടുകൊണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു 30ാമത്തെ ദിവസം ഒരു 29ാമത്തെ ദിവസമായപ്പോഴായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും പോലീസിന്റെ കോള് വന്നു. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ട് അവര് അത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോള് വന്നത്. വെച്ചാൽ അവര് നമ്മളെ അടുത്ത് പറഞ്ഞു നമ്മൾ ആദ്യം 911 വിളിച്ചത് ഇവരെയാണ്, ഇപ്പൊ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇവരുടെ അവിടെയാണ്. അപ്പൊ അവര് നമ്മളെ വിളിച്ച് പറഞ്ഞു നിങ്ങളൊന്ന് വരാവോ അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ നോർമൽ പോലീസ് സ്റ്റേഷൻ പോലെ നല്ലൊരു കസ്റ്റമർ കെയർ പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരിങ്ങനെ പറഞ്ഞു 1 മാസം ആയി, അപ്പൊ കേസ് ക്ലോസ് ചെയ്യാൻ പോവാണ്, അപ്പൊ അതിനു മുന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, കാറിന് ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയണം, ബാക്കി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇനി ഇപ്പൊ ഈ കേസ് ഇപ്പൊ ക്ലോസ് ചെയ്യാൻ പോവാണ്, ഇനി എന്തെങ്കിലും ആ കാറിന് നമുക്ക് പറ്റിക്കഴിഞ്ഞാല് അതിലെ ഫുൾ റെസ്പോൺസിബിൾ നമ്മളാണ്, ഇനി എന്ത് പറ്റിക്കഴിഞ്ഞാലും. അപ്പൊ അതിനുള്ള സൈനൊക്കെയാണ് അവർ വാങ്ങിച്ചതെന്ന് പറഞ്ഞു. അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പം ആണ് ഞങ്ങളുടെ കേസ് അങ്ങ് ക്ലോസ് ആയത്. അപ്പം എന്തോ ഭാഗ്യത്തിന് ഇവിടെ നോർമലി ഞങ്ങൾക്ക് അറിയുന്ന ഒരു ഫ്രണ്ടിന് കാറ് മോഷണം പോവാന്ന് പറഞ്ഞ ആള് ഊബർ ഓടിക്കുന്ന ആളായിരുന്നു ഫുഡിന്റെ. അപ്പൊ ഫുഡ് എടുക്കാൻ വേണ്ടി റെസ്റ്റോറന്റിൽ കയറി തിരിച്ചു വരുമ്പോഴാണ് ഇങ്ങനെ മോഷണം നടക്കുന്നത്. അപ്പം ആളെയും റോബ് ചെയ്ത് ആളുടെ പേഴ്സ് ആളെ ഉപദ്രവിച്ചിട്ട് ഇടിച്ചിട്ടൊക്കെയാണ് പോയത്. അതിന്റെ കൂടെ കാർ എടുക്കുകയാണ് ചെയ്തത്. ഭാഗ്യത്തിന് അയാൾക്ക് കാറ് തിരിച്ചു കിട്ടി. അപ്പം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പം എന്തോ ഭാഗ്യത്തിന് സൂരജ് ആ സമയത്ത് കറക്റ്റ് 7 മണിക്ക് വന്ന് വീട്ടിൽ വന്നിട്ട് അത് കഴിഞ്ഞ് 8 മണിക്കാണ് ഇറങ്ങിപ്പോയത്.
ഒരു ചെറിയ ഇച്ചിരി മുന്നേ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഉപദ്രവിച്ചിട്ട് അവര് എടുത്തിട്ട് പോകാൻ നോക്കിയിട്ടുണ്ടായേനെ. അതെന്തോ ഭാഗ്യം എന്ന് പറയാം. കാനഡയിൽ നിന്നാണെങ്കിൽ കാർ മോഷണം ഉണ്ടായി കഴിഞ്ഞാൽ അത് അപ്പൊ തന്നെ മെക്സിക്കോ, ദുബായ്, ഗയാന അങ്ങനത്തെ ഓരോ കൺട്രീസിലേക്കാണ് അപ്പൊ തന്നെ കാർ അവര് അയക്കും. പിന്നെ നമുക്ക് കിട്ടുക എന്നുള്ളത് ഒരു ചാൻസ് ഇല്ലാത്ത കാര്യമാണ്. അത് ഇത്രയും കോമൺ ആയി നടക്കുന്നതുകൊണ്ട് ഇവിടെ ഇപ്പൊ പോലീസിനും അതങ്ങ് നോർമൽ ഇതായിട്ട് വരികയാണ്. എന്നുവെച്ചാൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട് പോവാ. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഇത്രയും വലിയ കാറുകൾ നിർത്തിയിട്ട സ്ഥലത്ത് നിന്ന് അപ്പൊ കൊണ്ട് നിർത്തിയ കാർ എടുത്തിട്ട് പോകുന്ന എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് പിന്നെ നമുക്ക് അവിടെ ഏറ്റവും ഭാഗ്യക്കുറവ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കാം. എന്തായാലും അതിന് ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, നിങ്ങളുടെ കാറ് മോഷണം പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് 911 വിളിച്ച് പോലീസിനെ എന്താ നടന്നതെന്നുള്ളത് ഇൻഫോം ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപ്പൊ തന്നെ കാർ ഇൻഷുറൻസ് കമ്പനിനെ വിളിച്ച് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത കാര്യവും ഇങ്ങനെ കാർ മോഷണം കാര്യം പറയുമ്പോൾ അവരാണ് പിന്നെ നിങ്ങളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരുന്നത്. പിന്നെ ഗ്യാപ്പ് ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. അത് എടുക്കണ്ടാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു $3000 റെഡി ക്യാഷ് കൊടുത്തിട്ടോ $4000 റെഡി ക്യാഷ് കൊടുത്തിട്ട് ആൾക്കാർ കാർ വാങ്ങുന്നുണ്ടാവും, പഴയ കാർ. അങ്ങനത്തെ ആൾക്കാർ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ആ കാർ പോയി കഴിഞ്ഞാൽ അവർക്ക് അത് വലിയ നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. പക്ഷെ പുതിയതായി വാങ്ങുന്ന കാറൊക്കെ ആണെങ്കിൽ നിർബന്ധമായി അത് എടുത്തിരിക്കുക. കാരണം പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വരരുത്. ഇൻഷുറൻസിൽ നമ്മൾ കൂടുതൽ പൈസ അങ്ങോട്ട് അടയ്ക്കേണ്ട വരരുത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മള് കാറ് ഫൈനാൻസ് ചെയ്ത കമ്പനീസ് ഉണ്ടാവും. ഏത് ബ്രാൻഡിന്റെ ആണെന്ന് വെച്ചാൽ എവിടുന്ന് വാങ്ങിയെന്ന് വെച്ചാൽ അവരുടെ ഫൈനാൻസിങ് ഉണ്ടായിരിക്കും. അപ്പൊ അവരെ ആദ്യം വിളിക്കുക. അപ്പൊ ഞങ്ങൾ ഹോണ്ട ഫൈനാൻസിനെ വിളിച്ച് കോൺടാക്ട് ചെയ്തത്. അപ്പൊ അവരെ വിളിച്ചു കഴിഞ്ഞിട്ട് അവരോട് അപ്പൊ തന്നെ നമ്മൾ ബൈ വീക്കിലി ആണ് ഇവിടെ പേയ്മെന്റ് അടയ്ക്കുന്നത് കാറിന്റെ. അപ്പൊ അത് അവരെ വിളിച്ച് അപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യുക. കാരണം ഇപ്പൊ നമ്മുടെ കയ്യിൽ കാറില്ല. അപ്പൊ നമ്മളിപ്പോ പേയ്മെന്റ് അടച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ പേയ്മെന്റ് നിർത്തുക. അവരത് ഓക്കെ ആയിരിക്കും. കാരണം കാർ അവരൊക്കെ അതൊരു പ്രശ്നം ഉണ്ടാവില്ല. അവരത് സ്റ്റോപ്പ് ചെയ്ത് വെക്കും. പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നുവെച്ചാൽ കാർ കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയ രീതിയിലുള്ള പ്രൊസീഡിങ്സ് ഇപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ. കാർ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം 1 month കഴിഞ്ഞാൽ പോലീസ് കേസ് ക്ലോസ് ചെയ്യും. അപ്പൊ ഇൻഷുറൻസ് പറയും എന്താണ് നിങ്ങൾക്ക് റീസെയിൽ വാല്യൂന്റെ മണിയാണോ അതോ ബാക്കിയെല്ലാം ടാലി ആക്കുന്ന മണിയാണോ തരണേന്നുള്ളത്. അതിനനുസരിച്ച് ആണ് അവര് നമുക്ക് പേയ്മെന്റ് ആയാലും എല്ലാം റെഡിയാക്കി തരുന്നത്. പക്ഷെ വാട്ടെവർ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാൾ നിങ്ങളെ റോബ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിന് ഫൈറ്റ് ബാക്ക് ചെയ്ത് ഇങ്ങനെ അവരെ ഇടിച്ചിട്ടോ അല്ലെങ്കിൽ അവരെ തട്ടി മാറ്റി ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവരുടെ കയ്യില് തോക്കും കത്തിയും എല്ലാം ഉണ്ടായിരിക്കും. അവർക്ക് ഒരു ഇതും കാണില്ല. അവരതൊക്കെ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. കാരണം ഇവിടെ അത്രയും കോമൺ ആണ് ഇങ്ങനത്തെ ക്രൈമൊക്കെ. അപ്പൊ അവര് അങ്ങനെ ചെയ്തു പോകുമ്പോ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണ് പ്രശ്നം. ബാക്കി ക്രെഡിറ്റ് കാർഡ് ആയാലും കാറിന്റെ കീ ആണെങ്കിലും എന്ത് കൊടുത്താലും ഇവിടെ എല്ലാം ഇൻഷുർഡ് ആയതുകൊണ്ട് നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട. ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് ഒക്കെ ആണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ബാങ്കിൽ വിളിച്ചത് ബ്ലോക്ക് ചെയ്യാം. അപ്പൊ വേറൊരു പ്രശ്നമില്ല. ഇപ്പൊ കാറാണെങ്കിൽ ഇൻഷുർഡ് ആണ്. അപ്പൊ നമ്മൾ അത് കൊടുത്താലും പ്രശ്നമില്ല. അപ്പം നമ്മുടെ ബോഡി നമ്മൾ നോക്കുക, നമുക്കൊന്നും പറ്റാതെ നോക്കുക. ബാക്കി എല്ലാ കാര്യവും വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം. ഇങ്ങനത്തെ അനുഭവം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഇങ്ങനെ നമുക്ക് നല്ല അനുഭവങ്ങൾ മാത്രമല്ല കാനഡയിൽ നിന്ന് ഇങ്ങനത്തെ മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.